മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ഒരു കറക്റ്റീവ് പേസ് കഴിഞ്ഞ് വെള്ളിയാഴ്ചയോടുകൂടി തിരികെ നേട്ടത്തിൻ്റെ പാതയിൽ തിരികെ എത്തുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ വാരം അവസാനിക്കുന്നത്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, ഏതാണ്ട് പറഞ്ഞതുപോലെ ഒരു കറക്ഷനെല്ലാം വന്നു. വെള്ളിയാഴ്ചത്തെ ഈ മാർക്കറ്റിൽ ഒരു മുന്നേറ്റം ഉണ്ടായത് അത് നമുക്ക് വിശ്വസിക്കാമോ അതോ അടുത്ത ആഴ്ച വീണ്ടും? കാരണം പല അനലിസ്റ്റുകളും ശങ്കർ ശർമ്മ അടക്കമുള്ള എക്കാലത്തെയും ബെയറായ പെർപ്പച്വൽ ബെയറായ ശങ്കർ ശർമ്മ അടക്കമുള്ളവർ നിഫ്റ്റി 5400 5500 ഡ്രിഫ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എഹെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളിയാഴ്ചത്തെ ഈ ഒരു കയറ്റം നമുക്ക് വിശ്വസിക്കാമോ? പ്രത്യേകിച്ചും തിങ്കളാഴ്ച നമ്മുടെ റിസർവ് ബാങ്കിന്റെ വായ്പ നയം വരികയാണ്. അതിൽ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും രൂപയുടെ മൂല്യം കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നാണ്യപ്പെരുപ്പം കൂടാനുള്ള നാണ്യപ്പെരുപ്പം ഉയർന്നു തന്നെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ റീപ്പോ നിരക്കുകളോ വായ്പാ പലിശ നിരക്കുകളോ കുറയ്ക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് റിസർവ് ബാങ്ക് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ പെട്ടെന്ന് 5700 വന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവൽ തന്നെയായിരുന്നു. എന്നാൽ അത് ഇത്രത്തോളം വളരെ ഷാർപ്പായുള്ള ഒരു ഷോർട്ട് പീരീഡിൽ ഈ 5700 വരും എന്ന് പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു പ്രധാന വില്ലൻ റുപ്പി തന്നെയാണ്. റുപ്പി വളരെയധികം ഡിപ്രിഷിയേറ്റ് ചെയ്തു പോയി. ദെൻ ഗ്ലോബൽ സെൽ ഓഫ് അത് തന്നെയായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. ഫ്രൈഡേ മാർക്കറ്റ് ശക്തമായി 5700 നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ബൗൺസ് ബാക്ക് സംഭവിച്ചു. ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു കറക്ഷൻ ഇത്ര പെട്ടെന്ന് 5700 വന്നതുകൊണ്ട് ഈ കറക്ഷൻ തീർന്നു എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകും. പക്ഷേ നെക്സ്റ്റ് വീക്ക് രണ്ട് മേജർ ന്യൂസാണ്. ഒന്ന് മൺഡേ വരുന്ന 17th വരുന്ന RBIയുടെ പോളിസി. പക്ഷേ ഈ റുപ്പി ഇത്രത്തോളം വീക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ റേറ്റ് കട്ട് വരാനുള്ള സാധ്യത കുറവാണ്. ഒന്ന് അങ്ങനെ റേറ്റ് കട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും കുറച്ചുകൂടെ മുകളിലേക്ക് മൂവ് ചെയ്യാം. 19th വരുന്ന ഫെഡിന്റെ തീരുമാനം അത് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. അത് ഗ്ലോബൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഏത് ലെവലിലേക്ക് പോകുമെന്ന് തീരുമാനിക്കും. തീർച്ചയായിട്ടും അതും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് മേജർ ന്യൂസ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഏത് ലെവലിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത് നെക്സ്റ്റ് വീക്ക് ഈ രണ്ട് മേജർ ന്യൂസുകൾ തന്നെയാണ്. ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യൻ ഇക്കണോമി എന്ന് വരുന്ന ന്യൂസും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനൗൺസ്മെന്റ്. രണ്ട് ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്നത് ഫെഡിന്റെ മീറ്റിംഗ്. ഈ രണ്ടും നെക്സ്റ്റ് വീക്ക് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. വളരെ നല്ല മൺസൂൺ ലഭിച്ചു. പക്ഷേ അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ വീണ്ടും കുറഞ്ഞു വരുന്നു. അതൊരു സൈൻ വളരെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ചിദംബരം കൂടുതൽ റിഫോംസ് നിയർ ഫ്യൂച്ചറിൽ അനൗൺസ് ചെയ്യും എന്നുള്ളത് ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് FIs വീണ്ടും സെല്ലിംഗ് സൈഡിലേക്ക് പോയി എന്നുള്ളത് ഒരു നെഗറ്റീവ് തന്നെയാണ്. 2600 crore നെറ്റ് 4 ദിവസം കൊണ്ട് ക്യാഷ് മാർക്കറ്റിൽ FIs സെല്ലിംഗ് ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ആക്റ്റീവാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. മറ്റൊന്ന്, ചില ഓഹരികൾ കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിലുള്ള പതനത്തെ അഭിമുഖീകരിച്ചു. ഉദാഹരണത്തിന് ഈ ഓഫർ ഫോർ സെയിൽ നടത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ മുൻപ് സെയിലിൽ സംഭവിച്ച അതേ കാര്യം MMTCയിൽ സംഭവിച്ചു. ഇന്ന് വാങ്ങാൻ പോലും ആളില്ലാതെ ആയിരുന്നു വെള്ളിയാഴ്ച ദിവസം അതിൻ്റെ തുടക്കം കടന്നുപോയത്. മറ്റൊന്ന് ടാറ്റ കോഫി വലിയ രീതിയിൽ നല്ല ഓഹരിയാണ്. പക്ഷേ അതിൽ ടാറ്റ കോഫിയിലൊക്കെ ഒരു ഡൗൺ സർക്യൂട്ട് വരിക എന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാൻ പ്രയാസമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റാൻ അതിന്റെ റിസർവ് ബാങ്ക് സ്വർണം ഇറക്കുമതി സംബന്ധിച്ചിട്ടുള്ള ചില നിയമങ്ങൾ കർശനമാക്കിയത് ഇവരുടെ ലാഭക്ഷമത കുറയ്ക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. ഈ 3 ഓഹരികളിലും വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും നിക്ഷേപകർ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. എന്താണ് ഇതിലെ ഒരു ഈ ടൈറ്റാനെ സംബന്ധിച്ച് ബാങ്ക് ക്രെഡിറ്റ് ഉപയോഗിക്കാൻ പാടില്ല ഗോൾഡ് ഇമ്പോർട്ടിന് എന്നുള്ളൊരു ന്യൂസ്. ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇത് എഫക്റ്റ് ചെയ്യും. അവരുടെ മാർജിനെയും തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. ദെൻ ടാറ്റ കോഫിയെ സംബന്ധിച്ച് ടാറ്റ കോഫിക്ക് ടൈറ്റാനിൽ മേജർ ക്രോസ് ഹോൾഡിംഗ് ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് ആയിരുന്നു ഇതിന്റെ ഇത്രത്തോളം ഈ രണ്ട് സ്റ്റോക്കിലും ഷാർപ്പായിട്ടുള്ള ഫോൾ വരാൻ കാരണം. എന്നാൽ ടൈറ്റാനിൽ അത്രത്തോളം സ്റ്റേക്ക് ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ വന്നു. ഈ രണ്ട് റീസൺ ആണ് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്യാനുള്ള റീസൺ. പക്ഷേ ഈ രണ്ട് സ്റ്റോക്കും ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. 215 to 10 എന്ന് പറയുന്ന അടുത്തൊരു കറക്ഷനോടുകൂടി ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും റീ എൻട്രി ചെയ്യാവുന്ന ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. സനൽ പറഞ്ഞ പോലെ MMDCയും വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ ആ സ്റ്റോക്കിലും ഗവൺമെന്റ് ഹോൾഡിംഗ് ഉള്ള കമ്പനികളിലൊക്കെ തന്നെ ഇപ്പോൾ സെയിലൊക്കെ നമ്മൾ കണ്ടതാണ്. എല്ലാം വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാല്യുവേഷൻ വീണ്ടും ഫെയർ വാല്യൂയിലേക്ക് വരുന്നു. ഇൻവെസ്റ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും ആക്റ്റീവ് അല്ല. നിക്ഷേപകർക്ക് ഇത്തരം സെയിൽ അല്ലെങ്കിൽ MMTCയിലൊക്കെ നിക്ഷേപിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി നല്ലത്. ഇപ്പോൾ സെയിലാണെങ്കിലും ഒരു ലോങ് ടൈം ഒരു 2 year
ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. കാരണം അടുത്തൊരു വർഷത്തിനുള്ളിൽ ഒരു ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷന് ശേഷം മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു ബുൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മറ്റൊന്ന് വളരെ കൗതുകകരമായ കാര്യം, നമ്മുടെ കേരളത്തിൽ ആസ്ഥാനമായുള്ള അപ്പോളോ ടയേഴ്സ് അവരെക്കാളും വലിയ ബിഗ് ടിക്കറ്റ് ഒരു പർച്ചേസ് നടത്തുകയാണ്. കൂപ്പർ ആൻഡ് കമ്പനി, കൂപ്പർ ടയേഴ്സിന്റെ കൂപ്പർ റബ്ബർ ആൻഡ് ടയേഴ്സ് അവരുടെ അമേരിക്കൻ കമ്പനിയെ 14,500 കോടി രൂപയ്ക്ക് വാങ്ങുന്നു. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളൂ എന്ന് പല ഇൻവെസ്റ്റേഴ്സ്, പല അനലിസ്റ്റുകളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള അപ്പോളോ ടയേഴ്സിന് ഇത്രയും ഭീമനായ ഒരു കമ്പനിയെ ഏറ്റെടുക്കാനുള്ള ഇതുണ്ടോ? മാത്രമല്ല അതിന്റെ ലാഭക്ഷമത പലരും പരിശോധിച്ചിട്ട് പറയുന്നു അത്ര ലാഭക്ഷമതയൊന്നും വരും വർഷങ്ങളിൽ കൂപ്പറിൽ നിന്നും ലഭിക്കില്ല എന്ന തരത്തിലും വിലയിരുത്തലുകളുണ്ട്. ഇത് അതിന്റെ പേരിൽ അപ്പോളോ ടയേഴ്സിന് വലിയ രീതിയിൽ താഴേക്ക് വരികയും ചെയ്തു. ഇതൊന്ന് കൂപ്പർ ടയേഴ്സ് ടേക്ക് ഓവർ ചെയ്യുന്നതിന്റെ വാല്യൂഷൻ വളരെ കൂടുതലാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആക്ഷേപം ഉയർന്നത്. വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് അതിന്റെ ടേക്ക് ഓവർ വന്നത്. പിന്നെ അപ്പോളോ ടയേഴ്സിനേക്കാളും വലിയൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അത് കുറച്ച് കോഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ ടാറ്റ കോറസിനെ ടേക്ക് ഓവർ ചെയ്യുമ്പോഴും ടാറ്റ മോട്ടോഴ്സ് ലാൻഡ് റോവർ, ജാഗോർ ലാൻഡ് റോവർ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഇതേ ആക്ഷേപം തന്നെ വന്നിരുന്നു. എന്നാൽ അതിനുശേഷം ഗ്ലോബൽ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുമ്പോൾ ഇവിടെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് വരാനാണ് സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു ടേക്ക് ഓവർ വാല്യൂഷൻ മാത്രമാണ് കുറച്ച് ഹയർ വാല്യൂവിലാണ് ടേക്ക് ഓവർ വന്നത് എന്നുള്ളതാണ് ഒരു നെഗറ്റീവ്. പക്ഷേ എനിക്ക് തോന്നുന്നു വാല്യൂഷൻ വീണ്ടും ഫെയർ വാല്യൂയിലേക്ക് വന്നു. ഒരു റിസ്ക് എടുക്കാവുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് 62 ലെവൽ എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവലാണ്. ഈ ഒരു ടേക്ക് ഓവർ വളരെ സക്സസ് ആകുകയാണെങ്കിൽ വേൾഡിലെ തന്നെ നല്ലൊരു ടയർ മാനുഫാക്ചറിംഗ് കമ്പനിയായിട്ട് അപ്പോളോ ടയേഴ്സ് മാറാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ജിനീഷ് രാജൻ, അദ്ദേഹത്തിന്റെ ചോദ്യം, ഇന്ത്യൻ ബാങ്ക് 145 രൂപയ്ക്ക് വാങ്ങി. ഒപ്പം തന്നെ അദ്ദേഹം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന 3 ഓഹരികൾ ടാറ്റ സ്റ്റീൽ, ജെറ്റ് എയർവേസ്, ദേന ബാങ്ക് എന്നിവയാണ്. പോർട്ട്ഫോളിയോ വളരെ നല്ലതാണ്. അതിൽ ഇന്ത്യൻ ബാങ്ക് 120 to 110 രണ്ട് മേജറായിട്ടുള്ള കറക്ഷൻ നേരിട്ടു. കുറച്ചുകൂടി മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൂടി നെക്സ്റ്റ് വീക്ക് 2 ഡിസൈഡിംഗ് ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടർ തീർച്ചയായിട്ടും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അത് അനുകൂലമാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും കുറച്ചുകൂടെ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാം. അതല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ 5700 എന്നുള്ള ഒരു മേജർ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ ഒരു കോഷ്യസ് അപ്രോച്ച്, ഒരു 100% ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല, ഒരു 50% ഇൻവെസ്റ്റ്മെന്റ് അടുത്ത ഒരു കറക്ഷനോടുകൂടി അഡ്വൈസബിൾ ആണ്. 120 to 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 155 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ദേന ബാങ്ക് ആണ് സെയിം 80 and 72. ദേന ബാങ്ക് ഒരു 75-72 ലെവലിലേക്ക് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 90 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീൽ 260-240. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇപ്പോൾ പല സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് 2 സപ്പോർട്ട് ലെവൽ, ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 280 ആണ് ഒരു മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് പറഞ്ഞിരുന്നത്. 280 വ്യാഴാഴ്ച 280 വന്നതിന് ശേഷം 300 ലെവലിലേക്ക് ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ ലാസ്റ്റ് വീക്ക് 280 and 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 280 ബ്രേക്ക് ചെയ്തു, ദെൻ 280 വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. 260 ലെവൽ സപ്പോർട്ട് ലഭിച്ചു, വീണ്ടും 276-77ലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരും നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് മാരുതി 1460 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോൺ ആണ്. ലാസ്റ്റ് വീക്ക് പറഞ്ഞതാണ്. പക്ഷെ അവസരം നമ്മുടെ മുന്നിലേക്ക് വരും എന്ന് പറയുന്നത് തന്നെയാണ്. അതിനുശേഷം 4% മാരുതി ബെറ്റർ ആയിരുന്നു. അങ്ങനെ പല സ്റ്റോക്കുകൾ, ഇപ്പോൾ ഹിൻഡാൽക്കോ എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് 5-6% റിട്ടേൺ ലഭിക്കും. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത്. അതുകൊണ്ടാണ് അടുത്ത് ടാറ്റ സ്റ്റീൽ 260-240 ആണ്. ദെൻ 260 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവൽ. ദെൻ അഗൈൻ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 240ലേക്ക് പോകാം. ഇപ്പം നേരത്തെ തന്നെ മാർക്കറ്റ് വാച്ച് 2 മാസമായിട്ട് പറയുന്നതാണ് മെറ്റൽ സെക്ടറിൽ ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യത. ടാറ്റ സ്റ്റീൽ എക്സ്പോഷർ അഡ്വൈസബിൾ അല്ല. എന്നാൽ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഒരു ബൗൺസ് ബാക്ക് വരുമ്പോൾ അതിൽ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ്. അടുത്ത ടാറ്റ സ്റ്റീൽ 300 ലെവലിലേക്ക് വരുമ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത്, 260 ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരെ സംബന്ധിച്ച്. ദെൻ ജെറ്റ് എയർവേസ് ആണ്. ജെറ്റ് എയർവേസ് ഒരവസരത്തിൽ 400 ബിലോ പോയിരുന്നു. എന്നാൽ ഫ്രൈഡേ വീണ്ടും ആ സ്റ്റോക്കും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി നമ്മൾ കണ്ടു. എഗെയിൻ 400-360. ഈ 360-400 എന്ന് പറയുന്നത് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു വാല്യൂ തന്നെയാണ്.
നേരത്തെ ഹയർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തന്നെ വീണ്ടും ഈ സ്റ്റോക്ക് 400-360 ലെവൽ വരുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അഡ്വൈസബിൾ ആണ്. 510 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. നമുക്ക് മുഹമ്മദ് ആതിഫ് അദ്ദേഹത്തിന്റെ ചോദ്യം, ഇൻക്യാബുൾസ് റിയൽ എസ്റ്റേറ്റ് 86 രൂപയ്ക്ക് വാങ്ങി, റിലയൻസ് ഇൻഡസ്ട്രീസ് 891, ലാൻകോ ഇൻഡസ്ട്രീസ് 10,000 എണ്ണമാണ് വാങ്ങിയിരിക്കുന്നത് 13 രൂപ 57 നിലവാരത്തിൽ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് 1000 എണ്ണം 105 രൂപ നിലവാരത്തിൽ. ഇതിൽ IB റിയൽ എസ്റ്റേറ്റ് ഒരു ലോങ് ടൈം സ്റ്റോറിയാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. അപ്പോൾ 64.58 അഗൈൻ വരികയാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടി സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. 78 ആണ് IB റിയൽ എസ്റ്റേറ്റിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് അഗൈൻ 760-740. മാർക്കറ്റിൽ ഈ 760-740 ഞാൻ പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ചെറിയ വീക്ക്നെസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലെവലിൽ നിന്ന് വീണ്ടും നെക്സ്റ്റ് വീക്ക് വരുന്ന ന്യൂസ് ഫേവർ ആണെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് പോകാം. അതല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും കറക്ഷൻ വരാം. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും റിലയൻസ് 760-740 വരാം. പക്ഷേ ഈ ലെവൽ 760 നമ്മൾ തീർച്ചയായിട്ടും വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. വളരെ ഷാർപ്പായി 760 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 740 ലെവലിലേക്ക് പോകാം. പക്ഷേ 740 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ 740 ലെവൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വീണ്ടും ഷാർപ്പായിട്ടുള്ള ഒരു ബൗൺസ് ബാക്ക് ഈ സ്റ്റോക്കിൽ ലഭിക്കും. അതുകൊണ്ട് ഈ ലെവലുകൾ തീർച്ചയായിട്ടും വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്ത് അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ടെക്നിക്കൽ സപ്പോർട്ട് ലെവൽ പറയുന്നത്? നമ്മൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് രാത്രി നടന്നു പോകുമ്പോൾ നമുക്കൊരു ടോർച്ച് പോലെയാണ് നമ്മൾ ടെക്നിക്കൽ ആ സപ്പോർട്ട് സോൺ ഉപയോഗിക്കേണ്ടത്. അത് ഒരിക്കലും ടോർച്ച് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ എത്തിക്കില്ല, നമ്മൾ നടക്കണം എന്ന് പറഞ്ഞതുപോലെ ഓരോ ലെവൽ വരുമ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്ത് ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ റിലയൻസ് 760 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 740. 850 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 840 വരാനുള്ള സാധ്യത പോലും വളരെ കുറവാണ്. കാരണം അത്രത്തോളം പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ 840 വരാൻ സാധ്യതയുള്ളൂ. ദെൻ ആർകോം ആണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെന്റ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 191 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 91 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. 124 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 124 ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ അതല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് ആർകോമിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കൗതുകകരമായൊരു കാര്യം ഞാൻ മുൻപ് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇന്ത്യാബുൾസ് റിയൽ എസ്റ്റേറ്റ് അപൂർവം ചില ഓഹരികളാണ് വിപണി മൂല്യം അതിൻ്റെ ഇന്ത്യാബുൾസ് റിയൽ എസ്റ്റേറ്റിൻ്റെ വിപണി മൂല്യം ഏകദേശം 4,000 കോടി രൂപയാണ്. അതിൻ്റെ ഡെറ്റ് അതിൻ്റെ കടം ഏകദേശം 2,500 കോടി രൂപയാണ്. അപ്പോൾ 4-2 6,500 കോടി രൂപ. പക്ഷേ അതിൻ്റെ റിസർവ് 8,000 കോടിയാണ്. അപ്പം വിപണി മൂല്യവും കടവും കൂടെ കൂട്ടിയാൽ പോലും അതിന്റെ റിസർവിന്റെ അത്രയും എത്തുന്നില്ല. ഇത്രയും റിസർവ് ഉള്ള ഒരു കമ്പനി എന്തുകൊണ്ട് ഇത്രയും താഴെ വാല്യുവേഷനിൽ 86 രൂപ അല്ലെ 70 ഇപ്പോൾ ഏകദേശം 70 രൂപയ്ക്ക് നിൽക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആ മാനേജ്മെന്റിന്റെ ഒരു കൺസേൺ. വെരിറ്റാസ് ഒക്കെ മാനേജ്മെന്റിന് എതിരായിട്ട് നേരത്തെ മുൻപ് കനേഡിയൻ സ്ഥാപനമായ വെരിറ്റാസ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് അത് വലിയ പതനത്തിലേക്ക് വന്നത്. അതുകൊണ്ടായിരിക്കാം അല്ലേ? അതെ, അതിലുപരി മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് മുമ്പ് മാർക്കറ്റ് പ്ലെയേഴ്സ് തന്നെയായിരുന്നു. അവർ ഒരു സ്റ്റോക്കും വാല്യുവേഷൻ ഏത് ലെവലിൽ എത്തിക്കണോ അവർക്ക് അതിനുള്ള കഴിവുള്ളവരായിരുന്നു. ഇപ്പോൾ എല്ലാ മാനേജ്മെന്റും എനിക്ക് തോന്നുന്നൊരു കോഷ്യസ് അപ്രോച്ചാണ് എടുക്കുന്നത്. വലിയൊരു മാർക്കറ്റ് പ്ലെയറായി അവർ മാറുന്നില്ല. അതുകൊണ്ട് തന്നെയാണ്, കാരണം എല്ലാവരും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വൺസ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റ് ഈ സ്റ്റോക്ക് 64 ചിലപ്പോൾ 250-300 നമുക്ക് കിട്ടാത്ത സ്ഥിതിയിലേക്ക് വരാം. ആളുകൾ അതിന്റെ പുറകെ ചേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ വളരെ ഫെയർ വാല്യൂവിൽ സ്റ്റോക്ക് നിൽക്കുകയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്, പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. നഗരങ്ങളിലെല്ലാമാണ് അവരുടെ ലാൻഡ്. അവർ ആ ലാൻഡ് വെറുതെ വാങ്ങി ഇട്ടിരിക്കുകയാണ്. അപ്പം അത് വാല്യൂ അൺലോക്കിംഗ് വന്നാൽ വലിയൊരു ഇതായിട്ട് മാറാം. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അരുൺ പൈ അദ്ദേഹത്തിൻ്റെ ചോദ്യം, പ്രശംസകളൊക്കെ ഉണ്ട് ഭുവനേന്ദ്രന്. അപ്പോൾ ഗ്ലെൻമാർക്ക്, ഹാവൽസ്, യെസ് ബാങ്ക്, ടാറ്റ ഗ്ലോബൽ ഈ 4 ഓഹരികളിലും നിക്ഷേപിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ 4 സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. സെലക്ഷൻ വളരെ നല്ലതാണ്. ഗ്ലെൻമാർക്ക് 540 ഫാർമയിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഗ്ലെൻമാർക്ക്. 540, 503, 620 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹാവൽസ് 700, 655. ഹാവൽസിൽ കുറച്ചുകൂടെ കറക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സേഫർ എൻട്രി 655 ലെവൽ വരുന്നു. പേഷ്യൻസ് ഇൻവെസ്റ്റേഴ്സ് ഒരു പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ല. ട്രേഡേഴ്സിനെ സംബന്ധിച്ച് 700 ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് ഒരു പൊസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അതേസമയത്ത് ഇൻവെസ്റ്റേഴ്സ് ലോങ് ടൈം വ്യൂവിൽ 655 ലെവൽ തന്നെയായിരിക്കും സേഫർ എൻട്രി പോയിന്റ്. ഒരു
അപ്പ് മൂവ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള ഒരു റിക്കവറി വരികയാണെങ്കിൽ 800 ലെവലിലേക്ക് ഷാർപ്പായുള്ള ഒരു തിരിച്ചുവരവ് ഈ സ്റ്റോക്കിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് തന്നെ പരിഗണിക്കുക. ദെൻ യെസ് ബാങ്ക് ആണ് എപ്പോഴും ഇന്ത്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. വളരെ നല്ല റിസൾട്ട് ഓരോ ക്വാർട്ടറും അനൗൺസ് ചെയ്യുന്നു. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്, വളരെ നല്ല മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുക. 460 ആൻഡ് 420 ഈ 460 ആൻഡ് 420 എന്ന് പറയുന്നത് വളരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ 420 വരെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസം മുമ്പ് നിഫ്റ്റിയിലും പറഞ്ഞത് 5700 വരെ വരാനുള്ള സാധ്യത മാർക്കറ്റിൽ പറയാനുള്ള ഒരു കാരണം. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് തന്നെ യെസ് ബാങ്കിൽ എക്സ്പോഷർ എടുക്കുന്നവരെ സംബന്ധിച്ച് അടുത്ത ചിലപ്പോൾ ഒരു ഫോൾ വരികയാണെങ്കിൽ 420 വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു റിസർവ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മുന്നിൽ ഉണ്ടാകണം. ബാങ്കിന്റെ അഡ്വാൻസ് ടാക്സ് ഫിഗേഴ്സ് വളരെ മികച്ചതായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. നോർമലി അവർ ഓരോ ക്വാർട്ടറും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 520 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ ഗ്ലോബൽ ആണ് 134 ആൻഡ് 128 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 152 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അദ്ദേഹത്തിന്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. ഈ ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുക. നമുക്ക് സ്വർണത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് പോയി നോക്കാം. രാജ്യത്തിന്റെ ധനക്കമ്മി അല്ലെങ്കിൽ കടം ഒക്കെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും സ്വർണം വാങ്ങൽ അല്ലെങ്കിൽ അതെല്ലാം കുറയ്ക്കണമെന്ന് ബാങ്കുകളോടും നാട്ടുകാരോടും ഒക്കെ ചിദംബരം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. സ്വർണ്ണവില എങ്ങോട്ട് പോകും? സ്വർണ്ണവില താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അതിന്റെ പ്രധാന റീസൺ ഇപ്പോൾ എന്തായാലും ഗവൺമെന്റ് ആക്റ്റീവായിട്ട് പല മെഷേഴ്സും എടുക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതിന്റെ സെയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഗോൾഡ് ഈ വർഷം റിട്ടേൺ തരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ഫൈനാൻസ് മിനിസ്റ്റർ ഇത്ര ശക്തമായിട്ടുള്ള കമന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും പബ്ലിക് അതിനെ ഒരു വില കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അല്ല ചെയ്യേണ്ടത്. ഈ സ്വർണം ഇറക്കുമതി കുറയ്ക്കാനും സ്വർണത്തിന്റെ സെയിൽസ് കുറയ്ക്കാനും മറ്റ് പല മാർഗങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതിനേക്കാണ് ചിദംബരം അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ മെഷർ എടുക്കാതെ എന്തുകൊണ്ട് അദ്ദേഹം ഒരു റിക്വസ്റ്റിന്റെ ഭാഷയിൽ സംസാരിച്ചു എന്ന് മനസ്സിലാകുന്നില്ല നമ്മൾക്ക്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത ആഴ്ച പ്രത്യേകിച്ചും തിങ്കളാഴ്ച ഡാറ്റകൾ വരാനുണ്ട്. 19-ാം തീയതി ഫെഡ് റിസർവിന്റെ ഉണ്ട്. എങ്ങനെയായിരിക്കും നെക്സ്റ്റ് വീക്ക്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5700 അഗെയിൻ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ ഈ രണ്ട് ന്യൂസ് അല്ല, താഴേക്ക് ബ്രേക്ക് ചെയ്യാനാണ് സാധ്യത. 5900 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു 850-900 എന്ന് പറയുന്ന അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. മാർക്കറ്റിന്റെ അപ്പർ സൈഡ് ടാർഗറ്റ് റെഡ്യൂസ് ചെയ്ത് വരികയാണ്. 6100 നിന്നും നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞതിൽ നിന്നും 5900 വരികയാണ്. ദെൻ ഡൗൺ സൈഡ് 5700 എന്നുള്ള 600-ഉം 5500 താഴ്ന്നു വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു മൂവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 5500 ടു ലോവർ സൈഡ്, 5900 എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് 5980 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റ് ആണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത ബിസിനസ് ന്യൂസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 5900 തന്നെയാണ്. ആ 5900 ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വീക്ക് വരുന്ന രണ്ട് മേജർ ന്യൂസ് അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതിനനുസരിച്ചിട്ടാണ് മാർക്കറ്റ് ഏത് ലെവലിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്ന ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഈ രണ്ട് മേജർ ന്യൂസ്. ഒന്ന് RBIയുടെ പോളിസിയും രണ്ട് ഫെഡിന്റെ മീറ്റിംഗും. ഈ രണ്ട് ന്യൂസുകൾ അല്ലെങ്കിൽ ഈ രണ്ട് അനൗൺസ്മെന്റുകൾ തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിന്റെയും ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതി ഏത് ലെവലിലേക്കാണെന്ന് തീരുമാനിക്കും. നന്ദി ഭുവനേന്ദ്രൻ. അടുത്തയാഴ്ച തിങ്കളാഴ്ച പ്രത്യേകിച്ചും റിസർവ് ബാങ്കിന്റെ വായ്പ നയം വരികയാണ്. ധനമന്ത്രി ചിദംബരം പലവട്ടം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ബാങ്കുകളോട് വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവർ കുറയ്ക്കുന്ന ലക്ഷണം കണ്ടുമില്ല. തിങ്കളാഴ്ച ഒരുപക്ഷെ റീപ്പോ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത നിലവിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കുറച്ചാൽ ഒരുപക്ഷെ വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാഹചര്യം സംജാതമാകും. അതുവഴി അത് ഓഹരി വിപണികൾക്കും അത്യാവശ്യം ഉത്തേജനം പകരുകയും ചെയ്യും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.